ഹേ ഗായ്സ്, അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നല്ല ഒരു പനിയാണോ ജലദോഷമാണോ, ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ബോഡി പെയിനാണോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ വന്നപാടെ നമ്മുടെ പഞ്ഞിമുട്ടായി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പാരസെറ്റമോൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചത്തേക്കുള്ള കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാത്രം ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങി. ബാക്കിയെല്ലാം പിറ്റേ ദിവസത്തെ വീഡിയോ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പൊടിദോശയും വേറെന്തോ വട എന്തൊക്കെയോ ഉണ്ടായിരുന്നു കഴിക്കുക, അതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഏതുനേരം ഇരുന്ന് ബോറടിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച് ഞാനും ആര്യയും ഡോക്ടറും കൂടി നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ തന്നെയുള്ള പാടത്തേക്ക് ഇറങ്ങി. അവിടെ അവർ നിലക്കടല പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് നിറച്ചും ചിലിമ്പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് ഞങ്ങൾ കുറേ പറിച്ച് ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അക്ക ഞങ്ങൾക്ക് കുറേ വാരി തന്നു കേട്ടോ, കടല. അത് കഴിഞ്ഞിട്ട് ഇത് പോരാന്ന് പറഞ്ഞിട്ട് അക്ക ഞങ്ങൾക്ക് കുറച്ച് പോക്കറ്റിലും വാരി ഇട്ടൊന്നു. എൻ്റെയും ആര്യൻ്റെയും പോക്കറ്റ് നിറച്ചായം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരമ്മയായിട്ടോ. പക്ഷെ ഞങ്ങളുമായിട്ട് നല്ലൊരു കമ്പനിയാണ് മുപ്പത്തി. അതിൻ്റെ അടുത്ത് തന്നെ ഈ പാടത്തേക്ക് മൊത്തം എടുക്കുന്ന ഒരു കിണറാണ്. നല്ല ആഴമുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഹോസ്പിറ്റലിലെ കിണർ തന്നെ ഇപ്പോൾ ഏകദേശം വറ്റാനായിട്ടുണ്ട്. അതിനെക്കാട്ടും ആഴമുണ്ടെന്ന് തോന്നുന്നു എനിക്കിതിന്. ആ ഒരു ഏക്കർ 3 ഏക്കർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ മൊത്തത്തിൽ വെള്ളം ഒഴിക്കുന്ന ആ ഒരൊറ്റ കിണറിനാന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തൊന്നും അതിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പാടത്തിൻ്റെ ഓരത്ത് കഴിഞ്ഞ ദിവസം ഒരു മാങ്ങേൻ്റെ വീട് ഇട്ടില്ലായിരുന്നു. സെയിം മാങ്ങ തന്നെ, എന്നാൽ മാവിന് ഒരുപാട് ഹൈറ്റ് കുറവാണ്. നിറച്ചും മാങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ഇതൊന്ന് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ഓരോ പറമ്പിനും ഓരോ ഓണേഴ്സാണ്, വേറെ വേറെ ആൾക്കാരാണ്. എല്ലാവരുമായിട്ടും അറിയുമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ഇവർ എന്ത് വേണമെങ്കിലും തരും നമുക്ക്. അതുപോലെ തന്നെ ഇവരവിടെ ഉള്ള സമയത്താണെങ്കിലും വന്ന് പറിച്ചോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറയും. അല്ലാതെ അവരില്ലാത്ത ടൈമിൽ നമുക്ക് പോയിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ആരുടെ ക്യാരക്ടർ മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ മാവിൻ്റെ അപ്പുറത്തും വേറൊരു ചിലിമ്പീൻ്റെ മരവും കൂടി ഉണ്ട്. അതിലും നിറച്ചുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ഈ ഇരുമ്പമ്പുളിയിൽ അതിൻ്റെ മരം പോലെ ഇവിടെ ചിലിമ്പിക്കാൻ്റെ മരം ഉണ്ടായി നിൽക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നമ്മൾ പാടത്ത് കൂടെ നടന്നപ്പോൾ ഈ കടലേൻ്റെ ഇടയ്ക്ക് കൂടെ തക്കാളി നട്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഡോക്ടർക്ക് കുറച്ച് നെല്ല് പറിച്ചു കൊടുത്തിട്ട് അതും കാണിച്ചു. അപ്പോൾ ഡോക്ടർക്ക് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.